എനിക്കിപ്പോൾ കിട്ടിയ ഒരറിവ് ഞങ്ങളെടുത്ത് പറഞ്ഞു തരട്ടെ. ആകാശത്തിലൂടെ മൂളിപ്പാഞ്ഞു പോകുന്ന വിമാനം അതിൻ്റെ സംരക്ഷണ വലയമായ റഡാറിൽ നിന്ന് അപ്രത്യക്ഷമായ എന്താ സംഭവിക്കുക? സിഗ്നൽ കിട്ടാതെ എവിടെയെങ്കിലുമൊക്കെ പോയിട്ട് മറിയില്ലേ? എന്തായാലും അതിൻ്റെ ഉള്ളിലുള്ള ആളുകൾ മരണപ്പെട്ടു പോകും. IBM കമ്പനി നിർമ്മിച്ചു കൊടുത്ത സംരക്ഷണ വലയമായ റഡാറിൻ്റെ പരിധി വിട്ടുപോയ വിമാനം എവിടെയെങ്കിലും പോയിട്ട് മറിയുമെങ്കിൽ ഞങ്ങളടുത്ത് പറയട്ടെ, നമ്മളെ ഉമ്മയും ഉപ്പയും നമ്മളെ ഗുരുനാഥന്മാരും ഒരു റഡാറ് പോലെയാണ്. നമ്മൾ എവിടേക്ക് പോകുമ്പോഴും ഓലെ സമ്മതം വാങ്ങിയിട്ട് പോവുക. അതൊരു പ്രത്യേക സുഖമാണ്, പ്രത്യേക സന്തോഷമാണ് ആ യാത്ര. സമ്മതം വാങ്ങിയിട്ട് പോകുന്ന യാത്ര. നമ്മളിപ്പോൾ എവിടെയെങ്കിലും പഠിക്കുകയാണ്, ഏതെങ്കിലും സ്ഥാപനത്തിൽ പഠിക്കുകയാണെങ്കിൽ ഗുരുനാഥൻ്റെ സമ്മതം വാങ്ങിയിട്ട് പോവുക. അതൊരു വല്ലാത്ത സംരക്ഷണ ആ യാത്ര. നമുക്കൊന്നും സംഭവിക്കില്ല. സമ്മതമല്ലാതെ പോകുമ്പോഴോ നമുക്ക് എന്തും സംഭവിക്കാം. അള്ളാഹു വിശുദ്ധ ഖുർആനിൽ പറയുന്നുണ്ട്, യൂനുസ് നബി അലൈഹിസ്സലാം വർഷങ്ങളോളം ജനങ്ങൾക്ക് പ്രബോധനം നടത്തിയിട്ട് കുറച്ച് ആളുകളെ എന്ത് ചെയ്തത്, ഇസ്ലാമിലേക്ക് വന്നത്. യൂനുസ് നബി ആ വിഷമത്തിൽ എന്ത് ചെയ്തു? അള്ളഹാനോട് പോലും പറയാതെ നാട് വിട്ടു. അങ്ങനെ കപ്പൽ കയറി, കപ്പൽ കിടുകിടാ വറക്കാൻ തുടങ്ങി. അള്ളാഹു യൂനുസ് നബിനോട് പറഞ്ഞു, യൂനുസേ നീ കടലിലേക്ക് എടുത്ത് ചാടുന്ന്. ഒരുപാട് പരീക്ഷണങ്ങൾ നേരിട്ടു. കാരണം എന്താ? അള്ളാഹിന്റെ സമ്മതമല്ലാതെ പോയത്. അങ്ങനെ കടലിലേക്ക് എടുത്ത് ചാടി. വലിയൊരു മീൻ വന്നിട്ട് വീങ്ങി. ആ മീൻ്റെ വയറ്റിലെ ഇരുളുകൾക്കുള്ളിൽ ഏകദേശം 40 ദിവസത്തോളം യൂനുസ് നബി ആ മീൻ്റെ വയറ്റിൻ്റെ ഉള്ളിൽ കടന്നു. എന്തേ അള്ളാന്റെ വിശുദ്ധ ഖുർആൻ പറഞ്ഞത്? വദന്നൂനി ഇദ്ദഹബ മുഗാലിബൻ ഫളന്ന അല്ലൻ നഖ്ദിറ അലൈഹി ഫനാദാ ഫിൽദുലുമാതി അല്ലാ ഇലാഹ ഇല്ലാ അൻത സുബ്ഹാനക ഇന്നി കുൻതു മിനൽ ളാലിമീൻ. ആ മീൻ്റെ വയറ്റിലെ ഇരുളുകൾക്കുള്ളിൽ വെച്ച് യൂനുസ് നബി പറഞ്ഞു, എന്ത്? സുബ്ഹാനക ഇന്നി കുൻതു മിനൽ ളാലിമീൻ, പടച്ചോൻ എൻ്റെ ശരീരത്തോട് ഞാൻ അക്രമം ചെയ്തു പോയി റബ്ബേന്ന്. ഏകദേശം 40 ദിവസത്തോളം ഖേദിച്ചു മടങ്ങി. അങ്ങനെ യൂനുസ് നബി അള്ളാഹു രക്ഷപ്പെടുത്തി. ഇതൊക്കെ ഉണ്ടായതെങ്ങനെ? ഈ പരീക്ഷണമൊക്കെ ഉണ്ടായതെങ്ങനെ? അള്ളാന്റെ സമ്മതമല്ലാതെ പോയിട്ട്. അപ്പൊ നമ്മളെ വാപ്പയും ഉമ്മയും നമ്മളെ ഗുരുനാഥന്മാരും ഓലെ സമ്മതം വാങ്ങിയിട്ട് നമ്മളെ വിടുക്കും പോവുക. ഓലെ നമ്മൾ അനുസരിക്കുമ്പോൾ അള്ളാഹുവിനെ റസൂലിനെയാണ് നമ്മൾ അനുസരിക്കണത്. കാരണം എന്താ? അള്ളാഹും റസൂൽ തന്നെയാണ് മാതാപിതാക്കളെയും ഗുരുനാഥന്മാരെയും അനുസരിക്കണം എന്ന് പറഞ്ഞത്. അപ്പൊ അള്ളാഹുവിന്റെ റസൂലിന്റെ ഒക്കെ സംരക്ഷണ വലയത്തിലായിരിക്കും നമ്മൾ പിന്നെ നടക്കുക. അതൊരു വല്ലാത്ത സന്തോഷമായിരിക്കും ആ യാത്ര. അപ്പൊ എവിടേക്ക് പോകുമ്പോഴും സമ്മതത്തോടെ പോവാ.